മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ കോഴ ആരോപണം ഉയർന്നതിനെ തുടർന്ന് പ്രതിസന്ധിയിലായി കോൺഗ്രസ്. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസിന് തലവേദനയാവുന്നത്. കോഴിക്കോട് എംപിയായ MK രാഘവൻ ചെയർമാനായ മാടായി കോളേജിലെ നിയമനത്തിൽ ക്രമക്കേടും കോഴ ആരോപണവും പാർട്ടി പ്രവർത്തകർ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന ഈ വിവാദം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ ഭിന്നതകൾക്ക് ഇടയാക്കിയിരിക്കുന്നു. വിഷയത്തിൽ MK രാഘവൻ എംപിക്കെതിരെ അതൃപ്തി അറിയിച്ച് കണ്ണൂർ DCC രംഗത്തെത്തി. നിയമനത്തിൽ വൻ വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി DCC KPCC നേതൃത്വത്തെ അറിയിച്ചു. പ്രവർത്തകരുടെ വികാരത്തെ കണക്കിലെടുക്കാതെയാണ് MK രാഘവൻ നിയമനം നടത്തിയതെന്നും DCC അറിയിച്ചു. സംഭവത്തിൽ MK രാഘവൻ എംപിയുടെ കോലം കത്തിച്ചു നേതാക്കൾ പ്രതിഷേധിച്ചു. രാഘവനെ ഒറ്റുകാരനെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത്. പാർട്ടി വിറ്റ് കോഴ വാങ്ങി ജീവിക്കുന്നവർക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തുമെന്ന് പ്രവർത്തകർ പറയുന്നു. MPയെ വഴിയിൽ തടഞ്ഞ സംഭവത്തിൽ പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ കൂട്ടരാജിയുണ്ടായി. കുഞ്ഞിമംഗലം മണ്ഡല കമ്മിറ്റി ഒന്നടങ്കമാണ് രാജിവെച്ചത്. മാടായി കോളേജിലെ 4 നിയമനങ്ങൾക്കെതിരെയാണ് തർക്കം രൂപപ്പെട്ടത്. MK രാഘവൻ തന്റെ സഹോദരിയുടെ മകൻ ധനേഷിനെ കോളേജ് നിയമിക്കാൻ കോടികളുടെ കോഴ വാങ്ങിയെന്നാണ് പ്രധാന ആരോപണം. കണ്ണൂർ DCCയും പ്രാദേശിക പ്രവർത്തകരും ഇതിനെതിരെ തുറന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലാണ് മാടായി കോളേജ് പ്രവർത്തിക്കുന്നത്. കോളേജിലെ ഇന്റർവ്യൂ സമയത്ത് എത്തിയ MPയെ തടഞ്ഞ പ്രവർത്തകർക്കെതിരെ ആദ്യം അച്ചടക്ക നടപടിയെടുത്ത കോൺഗ്രസ് ജില്ലാ നേതൃത്വം പിന്നീട് പ്രശ്നം ശമിപ്പിക്കാനായി മാടായി കോളേജിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന 5 കോൺഗ്രസ് ഡയറക്ടർമാരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നാൽ പ്രശ്നം പരിഹരിക്കാനായില്ല. ഇപ്പോൾ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളി തന്റെ ഭാഗം വിശദീകരിച്ച് MK രാഘവൻ രംഗത്തെത്തി. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നാണ് MK രാഘവന്റെ പ്രതികരണം. താൻ കോളേജിന് ചുമതല ഏറ്റെടുത്ത് 6 മാസം മുൻപാണെന്നും രാഷ്ട്രീയം നോക്കി ആരെയും നിയമിക്കാൻ സാധിക്കില്ലെന്നും താൻ സ്വജനപക്ഷപാതം കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയുടെ നിബന്ധനകൾക്ക് വിധേയമായാണ് നിയമനം നടത്തിയതെന്നും താൻ ചട്ടങ്ങൾക്കൊപ്പമാണ് നിന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 4 അനധ്യാപക തസ്തികകളിലേക്കാണ് കോളേജ് നിയമനം നടത്തിയത്. സർക്കാർ നിർദ്ദേശമനുസരിച്ചാണ് അപേക്ഷകളും ക്ഷണിച്ചത്. ഓഫീസ് അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്കായിരുന്നു നിയമനം. ഓഫീസ് അറ്റൻഡർ തസ്തിക ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തതാണ്. എന്നാൽ അന്ധരായ അപേക്ഷകരില്ലാത്തതിനാൽ ബധിരനായ ആൾക്ക് നിയമനം നൽകുകയായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ തന്റെ കോലം കത്തിച്ചത് തന്നെ കത്തിക്കുന്നതിന് തുല്യമാണെന്നും കോൺഗ്രസുകാർ തന്നെയാണ് ഇത് ചെയ്തതെന്നും ഇത് തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ KPCC ദുർബലമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രവർത്തകർ. പ്രാദേശിക നേതാക്കൾ ഇനിയും നിലപാടുകൾ കൂടുതൽ കടുപ്പിച്ചേക്കും. കോൺഗ്രസിന് ഈ പ്രശ്നം രാഷ്ട്രീയമായി പ്രതിസന്ധി ഉണ്ടാക്കും. മുതിർന്ന നേതാവും MPയുമായ MK രാഘവനെതിരെ കോൺഗ്രസിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ എതിരാളികൾ ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്.